ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ചായ നിന്ന് തുടങ്ങാം. ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറയുന്ന ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു വരുതേ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ വീട്ടിലാണ് കേട്ടോ, മൂവാറ്റുപുഴ എൻ്റെ വീട്ടിലാണ്. ഞാൻ ഇന്നലെ രാത്രി വന്നതാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം ഞാൻ രാവിലെ എണിച്ച് ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് നേരത്തേക്ക് എൻ്റെ ഉമ്മച്ചിയെ കാടില്ല കേട്ടോ. രാവിലെ എണിച്ച് കഴിഞ്ഞാൽ ഈ ഒരു മുറ്റത്ത് ഈ ചെടികളും ഇങ്ങനെ നോക്കി ഇരിക്കലായിരിക്കും. കുറച്ച് നേരം ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ടേ അകത്തേക്ക് കയറുള്ളൂ. തലേ ദിവസം രാത്രി ഒരു 6:30 വരെ ഈ ചെടികളുടെ ചോട്ടിൽ നിന്നിട്ടൊക്കെ തന്നെയായിരിക്കും പോകുന്നത്. എന്നാലും ചായ കുടിച്ച് ഇവിടെ ഒന്ന് കറങ്ങി നടക്കൂട്ടോ. പലപ്പോഴും എനിക്ക് പറയാറുള്ളൊരു പരാതിയാണ്, എൻ്റെ വീട്ടിൽ ഇതുപോലെ ഒന്നും ചെടി നിൽക്കുന്നില്ലല്ലോ എന്ന്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ ശ്രദ്ധിച്ച് കുട്ടികളെ പോലെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിട്ട് ചെടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിനു മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ചെടിയുടെയൊക്കെ ഒരു വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണണം. ഉമ്മച്ചിക്ക് ഈ ചെടികളുടെ പേരുകളെല്ലാം അറിയാം കേട്ടോ. അതുപോലെ തന്നെ ഒരു ഇല വാടിയാലോ ഒരു മൊട്ട് വിരിഞ്ഞാലോ എല്ലാം കൃത്യമായിട്ട് അറിയാം കേട്ടോ. ഇതിൻ്റെ ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ച് മനസ്സിന് സ്വസ്ഥതയും പല ടെൻഷനുകളും ഒഴിവായി കിട്ടും എന്നൊക്കെ തമാശയ്ക്കാണെങ്കിലും ഉമ്മച്ചി പറയാറുണ്ട്. ചിലപ്പോൾ എനിക്കും തോന്നാറുണ്ട്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ എൻഗേജ്ഡ് ആകുമ്പോൾ കുറച്ചൊക്കെ നമ്മുടെ മനസ്സും ഒക്കെ ഫ്രീ ആകുമെന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് കേട്ടോ. വീട്ടിൽ വന്ന ഏറ്റവും വലിയ പാട് മോളെ ഇങ്ങനെ വിളിച്ചെണിപ്പിക്കാനാണ് കേട്ടോ. മറ്റേ മദ്രസ ഇല്ലാതെ ഇങ്ങനെ കിടന്നുറങ്ങും. അങ്ങനെ മോൻ കുത്തി എണിപ്പിക്കുന്നുണ്ട്. രാവിലത്തെ ഭക്ഷണം കഴിക്കാതെ ചോക്ലേറ്റ് തരില്ല എന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നല്ല പുട്ടും ചൂടപ്പുട്ടും ബീഫ് കറിയൊക്കെ ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. 9 മണിക്കുള്ളിൽ തന്നെ എല്ലാവരും രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ബ്രദറിൻ്റെ കുട്ടികളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ നാത്തൂൻ്റെ വീട്ടിൽ പോയേക്കാണ്. നല്ല മഴയാണ് കേട്ടോ പുറത്ത്. അടിപൊളി മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇങ്ങനെ സ്വസ്ഥമായിട്ട് മഴയൊക്കെ കാണുന്നത് ഇവിടെ വരുമ്പോഴൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ എപ്പോഴും തല്ലിപ്പിടിച്ച് ഓട്ടവും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് ഇങ്ങനെ പണിയൊന്നും കഴിയാതെ തന്നെ ഇരുന്ന മഴയൊക്കെ കാണുകയാണ്. അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഉപ്പിച്ചിന്നാണ് കേട്ടോ വിളിക്കുക. ഉപ്പിച്ച് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. രാവിലെ മഴയായിട്ട് ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വരുന്നതല്ല കേട്ടോ. പാൽക്കാരൻ പാൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം കാക്ക കൊത്തും. അതുകൊണ്ട് ഉമ്മിച്ചൊരു ഐസ്ക്രീം മാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൽക്കാരൻ അതിൻ്റെ ഉള്ളിൽ വയ്ക്കും. ആ പാലെടുത്തുകൊണ്ട് വരുന്നതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മല്ലിയിലേക്ക് ഒന്ന് വെള്ളത്തിലിട്ടെടുക്കാം. അങ്ങനെ ചിക്കൻ പൊരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ബിരിയാണി വെക്കുന്നത്. അതിനായിട്ട് ഉമ്മച്ച് ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആ എണ്ണയിൽ തന്നെ സവാളയൊക്കെ വാറ്റിയെടുക്കുന്നുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് ബിരിയാണിയുടെ റെസിപ്പി, മന്തി, മജ്ബൂസ് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കുക. സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി, ബീഫ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. പലപ്പോഴും നമ്മുടെ വീട്ടിലെപ്പോഴും ഇതെല്ലാം കഴിക്കുമെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഉമ്മച്ചിയൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് തന്നെ പലപ്പോഴും അടുക്കളയിൽ കയറി പാചകം ഉമ്മച്ചിയെ തന്നെ ഏൽപ്പിക്കും. കാരണം വല്ലപ്പോഴൊക്കെ വരുമ്പോഴും ഇതുപോലെ ഭക്ഷണം കഴിക്കാനായിട്ട് എപ്പോഴും ഭയങ്കര ആഗ്രഹമല്ലായിരിക്കും നമുക്ക്. ഇനി മാങ്ങ ഉപ്പിലും മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ടിട്ടാട്ടോ തരുള്ളൂ. 2-3 മണിക്കൂറൊക്കെ അതിലിട്ട് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഉമ്മച്ചി തരുള്ളൂ. കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഭയങ്കര ശ്രദ്ധയാണ് കേട്ടോ ഉമ്മച്ചിക്ക്. അപ്പോൾ അങ്ങനെ പിന്നെ ബിരിയാണി ഉണ്ടാക്കി, റൈസൊക്കെ വേവിച്ചു, രണ്ടും കൂടി മിക്സ് ചെയ്ത് ദമ്മിടാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ എനിക്ക് തിരിച്ചു പോകണം. നാളെ കുട്ടികൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇക്ക വന്നിട്ടില്ല കേട്ടോ. ഷോപ്പിൽ കുറച്ച് വർക്കുള്ളതുകൊണ്ടും പണിക്കാരുള്ളതുകൊണ്ടൊക്കെ ഇക്ക വന്നിട്ടില്ല. അപ്പോൾ ഉപ്പിച്ച് ഞങ്ങളെ വൈകിട്ട് കൊണ്ടുവന്ന് വിടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നത്. അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നേരത്തെ നമ്മൾ മുന്നേ ഇതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. പിന്നെ ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല കേട്ടോ, വൈകുന്നേരത്തേക്ക് പോകാനുള്ളത് ഉമ്മച്ചി തന്നയക്കും കേട്ടോ. ഇനി അവിടെ ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ബിരിയാണിയൊക്കെ തന്നുവിടും. അങ്ങനെ ഞാൻ ധൃതി പിടിച്ച് ഉപ്പിച്ച് സോപ്പിട്ടിട്ട് പോകുന്നത് ബീന ചേച്ചിയുടെ അടുത്താണ് കേട്ടോ. ഇതിന് മുമ്പ് ബ്ലോഗിലൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ബ്യൂട്ടീഷ്യനാണ്, ഫാമിലി ഫ്രണ്ടാണ്. മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ ബീന ചേച്ചിയുടെ അടുത്ത് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ബീന ചേച്ചിയുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ബ്യൂട്ടി പാർലർ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടാണ് കേട്ടോ. ഞാനും മോളും ഉണ്ടായിരുന്നു. അങ്ങനെ ബീന ചേച്ചിക്ക് വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ മുടിയൊക്കെ സെറ്റ് ചെയ്തു, ഗമയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആട്ടി നോക്കി കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് പോകാൻ കേട്ടോ. ഇനി എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ സൺഡേ കഴിഞ്ഞു, വ്ളോഗും കഴിഞ്ഞു. അടുത്ത കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ്. താങ്ക് യു, ബൈ.